ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ ആഴ്ച എവിക്ഷൻ ലിസ്റ്റിൽ വന്ന 11 പേരുടെ വോട്ട് നില പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണിത്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്കറിയാം, രണ്ടാമത്തെ ആഴ്ച 11 പേരാണ് എലിമിനേഷൻ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ തവണയും ആ ലിസ്റ്റിൽ വോട്ടിൽ ഒന്നാമതുള്ളത് നമ്മുടെ അനുമോളാണ്. അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് 25,600 വോട്ടുകളാണ്. തൊട്ട് താഴെ ഷാനവാസാണ്. ഷാനവാസിന് 21,728 വോട്ടുകൾ. നമുക്കറിയാം, ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം സീരിയലിലെല്ലാം അഭിനയിച്ച് പ്രേക്ഷക പ്രീതി നേടിയെടുത്ത താരങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ബേസ് വോട്ടുണ്ടാവും. മൂന്നാം സ്ഥാനത്തുള്ള അക്ബറാണ്. അക്ബർ 18,700 വോട്ടുകളാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു എൻ്റർടൈനർ രീതിയിൽ പ്രേക്ഷകരെ സ്വാധീനിക്കാൻ അക്ബറിന് ഇതിനോടകം സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കിട്ടിയ വോട്ടുകൾ. നാലാം സ്ഥാനത്ത് ഗിസേലാണ്. ഗിസേലിന് 16,300 വോട്ടുകളാണ്. അവരുടെ നിഷ്കളങ്കമായ മലയാള ഭാഷയൊക്കെ പ്രേക്ഷകരെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. അഞ്ചാം സ്ഥാനത്തുള്ള ആര്യന് 15,200 വോട്ടും ആറാം സ്ഥാനത്തുള്ള അപ്പാനി ശരത്തിന് 13,460 വോട്ടുകളുമാണ് കിട്ടിയിരിക്കുന്നത്. നെവിന് കിട്ടിയിരിക്കുന്ന വോട്ട് 17,700 അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അക്ബറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നെവിനും ഒരു എൻ്റർടൈനറാണ്. അപ്പം നെവിനും ആ വീട്ടിൽ നിലനിന്ന് പോകണമെന്ന് സാധാരണക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള പ്രേക്ഷകരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. തൊട്ട് താഴെ ആദില നൂറയാണ്. ആദില നൂറ കിട്ടിയിരിക്കുന്നത് 10,100 വോട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ വോട്ടിംഗ് അപ്ഡേറ്റ് നോക്കിയപ്പോൾ ആദില നൂറ നെവിനേക്കാളും മുകളിലായിരുന്നു. ഇത്തവണ ആദില നൂറ താഴെ പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കണ്ടൻറ്റിൻ്റെ ഒരു അഭാവം ഇവർ രണ്ടുപേർക്കും ഉണ്ട്. അനുമോളെ ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ ആ ഒരു ലേഡി ഗ്യാങ്ങിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന വെറും പൂമ്പാറ്റകളായി മാത്രം അവർ മാറിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെയുള്ള 3 പേർ, ബിന്നി, ബിൻസി, ശൈത്യ, ഇവർ 3 പേരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവർ ഡേഞ്ചർ സോണിലാണ്. ഏത് നിമിഷം വേണോ പുറത്താവാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന 3 പേരാണ് ബിന്നിയും ബിൻസിയും ശൈത്യയും. ബിന്നിക്ക് 8,100 വോട്ടുകളും ബിൻസിക്ക് 7,760 വോട്ടുകളും ശൈത്യയ്ക്ക് 7,300 വോട്ടുകളുമാണ് ഈ ആഴ്ച ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്താകാൻ സാധ്യതയുള്ള 2 പേരിൽ അല്ലെങ്കിൽ ഒരാളിൽ ഈ 3 പേരിൽ ഒരാളുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശൈത്യയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം വോട്ട് കിട്ടാനുള്ള കാര്യം അനുമോളുമായിട്ടുള്ള കമ്പനി ശൈത്യയ്ക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. കുറച്ച് അനുമോളുടെ കുറച്ച് പ്രേക്ഷകരുടെ വോട്ടുകളെങ്കിലും ശൈത്യയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ 3 പേരിൽ ഒരാളോ 2 പേരോ ഈ വരുന്ന ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് പ്രധാന വാതിൽ വഴി പുറത്തു വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം വരുന്ന വൈൽഡ് കാർഡ് എൻട്രീസ് ആയിരിക്കും ഇനി ഈ ബിഗ് ബോസിൻ്റെ ഷോയെ കുറച്ചും കൂടെ നിലവാരത്തിൽ എത്തിക്കാൻ പോകുന്നത് എന്നാണ് പ്രേക്ഷക പ്രതീക്ഷകൾ. എന്തായാലും കാത്തിരുന്ന് കാണാം ആരൊക്കെ വീഴും ആരൊക്കെ വാഴുമെന്ന്. കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആ ബിഗ് ബോസ് വീട്ടിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയി വേണം വോട്ട് ചെയ്യാനുള്ളത്. ഇതെല്ലാം പൂർണ്ണമായും അൺഒഫീഷ്യൽ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന രേഖകളാണ്. ഒരു മത്സരാർത്ഥി ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ പോയി വേണം വോട്ട് ചെയ്യാനുള്ളത്. ആ കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കുമല്ലോ.